ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ മക്കൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദവും സുഖപ്രദവും ആവാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള മക്കൾക്കാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഫൺ വിത്ത് ഷേപ്സ് എന്നാണ് കേട്ടോ ഈ യൂണിറ്റിന്റെ പേര്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് ഷേപ്സിനെ കുറിച്ച് അതുപോലെ ഒരുപാട് നിങ്ങൾക്ക് പിക്ചറിൽ കളർ കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ ഒരുപാട് പിക്ചർ തന്നിട്ടുണ്ട്, കണ്ടോ. ഇത് നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള പിക്ചറാണ്, ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങളൊക്കെ പല വ്യത്യസ്ത തരത്തിലുള്ള ഷേപ്സ് വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടോ മക്കളെ, അവിടെ തോണി, അതുപോലെ തോണിയിൽ കുറച്ച് ആളുകൾ വള്ളം തുഴയുന്നത്, ട്രീ, മരങ്ങളുണ്ട്, പിന്നെയോ സണ്ണ്, സൂര്യനുണ്ട്, ഫ്ലവർ, പൂക്കളുണ്ട്, കോഴികളുണ്ട്, ഹെന്ന അല്ലേ. ഇതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ഷേപ്സ്, രൂപങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് ആദ്യം കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് ഏതൊക്കെ ഷേപ്സ് ആണെന്ന് നോക്കാം. നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറച്ച് ഷേപ്സ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം കണ്ടോ, സിമ്പിൾ അല്ലേ. ഈ ഷേപ്പിനെ നമ്മൾ സർക്കിൾ എന്നാണ് പറയാം. എന്താണ്? സർക്കിൾ, CIRCLE, സർക്കിൾ. അടുത്ത ഷേപ്പ് ഇതുപോലെ 4 ലൈൻസ് വെച്ച് ജോയിൻ ചെയ്തിട്ടുള്ള ഷേപ്പാണ്. ഇതിനെ നമ്മൾ റെക്റ്റാങ്കിൾ എന്നാണ് പറയാം. ഓക്കെ, റെക്റ്റാങ്കിളിൽ തന്നെ 4 സൈഡും, അതായത് 4 ലൈനും ഒരേ നീളമാണെങ്കിൽ, ഒരേ ലെങ്ത് ആണെങ്കിൽ നമ്മൾ അതിനെ സ്ക്വയർ എന്ന് പറയും. ഇനി അടുത്തതായിട്ട് 3 ലൈൻസ് ജോയിൻ ചെയ്ത ഷേപ്പാണ്. ഈ ഷേപ്പിനെ നമ്മൾ ട്രയാങ്കിൾ എന്നാണ് പറയാം. എന്താണ്? ട്രയാങ്കിൾ. ഓക്കെ, അപ്പൊ ഈ 3 ഷേപ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡാഡ് മേക്കിംഗ് ദോശ. മക്കളെ, നിങ്ങൾ ദോശ കഴിക്കാറുണ്ടോ? ഉണ്ടല്ലേ. ദോശയുടെ ഷേപ്പ് എന്താണ്? നമ്മൾ പഠിച്ചൊരു ഷേപ്പ് തന്നെയാണ്. എന്താണ്? സർക്കിൾ. സർക്കിൾ ഷേപ്പിലാണല്ലേ ദോശയുള്ളത്. ഇവിടെ ഡാഡി മകൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ്. നോക്കിക്കേ, ദോശ ദോശ, ഹിസ്സിങ് ദോശ, സിസ്ലിംഗ് ദോശ, ഡാഡ് മേക്കിംഗ് ദോശ, മോം സെർവിംഗ് ദോശ, സ്മോൾ ആൻഡ് റൗണ്ട് ദോശ, നൈസ് ആൻഡ് ടേസ്റ്റി ദോശ. അപ്പൊ ദോശയെ കുറിച്ചൊരു പാട്ടാണ് അവിടെ തന്നിട്ടുള്ളത്. മക്കൾ അത് നല്ല താളത്തിൽ ഒന്ന് പാടി നോക്കണേ. അപ്പൊ ഇവിടെ നോക്കിക്കേ, സ്മോൾ ആൻഡ് റൗണ്ട് ദോശ. കണ്ടോ, അതായത് നമ്മൾ ഈ സർക്കിളിനെ സർക്കിൾ എന്ന് കൂടാതെ റൗണ്ട് എന്ന് കൂടെ നിങ്ങൾക്ക് പറയാം. ഒന്നുകിൽ സർക്കിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ആ ഷേപ്പിനെ റൗണ്ട് എന്ന് പറയാം കേട്ടോ. റൗണ്ട് ഷേപ്പ് എന്ന് പറഞ്ഞാലും വട്ടത്തിൽ എന്ന് തന്നെയാണ്. നൗ ലെറ്റ്സ് ഡ്രോ എ ദോശ. ജോയിൻ ദ ഡോട്ട്സ്. ഇനി നിങ്ങളോട് ദോശ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദോശ എങ്ങനെ വരയ്ക്കുക? ഇവിടെ നമുക്ക് ഡോട്ട്സ് ഇട്ടിട്ട് ഒരു ഷേപ്പ് തന്നിട്ടുണ്ട്. അതേതാ ഷേപ്പ് മക്കളെ? സർക്കിൾ അല്ലെങ്കിൽ റൗണ്ട്. അപ്പൊ അതിന് ചുറ്റും വരച്ചു കൊടുത്താൽ മതി. നൗ ഡ്രോ ബൈ യുവർ സെൽഫ്. നിങ്ങളോട് സ്വന്തമായിട്ട് വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളവിടെ ഇതുപോലെ ഒരു നല്ല വട്ടത്തിൽ ഒരു ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു റൗണ്ട് വരയ്ക്കുക. കളർ ദ പിക്ചേഴ്സ്. താഴെ നമുക്ക് 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിന് കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേതൊരു ബോട്ടിന്റെ പിക്ചറാണ്. നോക്കിക്കേ, അതിന് നിങ്ങൾ നല്ല മനോഹരമായിട്ടുള്ള നിറം നൽകുക. ഇതിൽ നിങ്ങൾക്കിവിടെ ഒരു റൗണ്ട് കാണാം, അതുപോലെ ഇവിടെ നിങ്ങൾക്ക് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ കാണാം, അതുപോലെ ഒരുപാട് ട്രയാങ്കിൾസും കാണാം. അടുത്തതായിട്ട് കളർ ചെയ്യാനുള്ളത് ഒരു വീടിന്റെ ചിത്രമാണ്. ഒരു ഹൗസും അതുപോലെ ഒരു ഫ്ലവറും പിന്നെ ഒരു സണ്ണും ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. മൂണൊക്കെ അവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതും കളർ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് കണ്ടോ മക്കളെ? ഇതെല്ലാം റൗണ്ട് ഷേപ്സ് ആണ്. പിന്നെ ട്രയാങ്കിൾ ഷേപ്പ് കണ്ടോ? ഇത് ട്രയാങ്കിൾ ഷേപ്സ് ആണ് ഇതെല്ലാം. പിന്നെ അതുപോലെ സ്ക്വയർ ഷേപ്പ് കണ്ടോ? ഈ ചെടിയുടെ ചട്ടി പോട്ട്, അത് സ്ക്വയർ ആണ്. പിന്നെ റെക്റ്റാങ്കിൾ ഷേപ്സ് കണ്ടോ മക്കളെ? ഇതെല്ലാം റെക്റ്റാങ്കിൾസ് ആണ്. അറൗണ്ട് ഹോം, വീടിന് ചുറ്റും. എന്താണ് മക്കളെ? ഇവിടെ ഒരു ഷേപ്സ് വെച്ചിട്ടൊരു ഹോം, ഒരു ഹൗസ്, പിന്നെ കുറച്ച് ട്രീസ്, ക്ലൗഡ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ ഹിൽസ് ഉണ്ട് അല്ലെ, മലകൾ, കുന്നുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ പിക്ചറിൽ തന്നിട്ടുണ്ട്. ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള എന്താ? ലുക്ക് അറ്റ് ദ പിക്ചർ അബവ് ആൻഡ് കളർ ദ വൺ ഗിവൺ ബിലോ. മുകളിലുള്ള ആ ചിത്രം നോക്കിയിട്ട് അതേ നിറം ഈ താഴെയുള്ള ഈ പിക്ചറിൽ അതേ കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുകളിലുള്ള പിക്ചർ ഞാനിവിടെ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? അതുപോലെ നോക്കിയിട്ട് സെയിം കളർ തന്നെ കൊടുക്കുക. ഇതിലെവിടെ മക്കളെ? സർക്കിൾ. ഇതെല്ലാം സർക്കിൾസ് ആണ്. പിന്നെ ട്രയാങ്കിൾസ് കണ്ടോ? ട്രയാങ്കിൾസ്, ഇതെല്ലാം ട്രയാങ്കിൾസ് ആണ്. റെക്റ്റാങ്കിൾസ് കണ്ടോ മക്കളെ? ഇതെല്ലാം റെക്റ്റാങ്കിൾസ് ആണ്. സ്ക്വയർ കണ്ടോ? 3 സ്ക്വയേഴ്സും ഉണ്ട്. ഡ്രോ ആൻഡ് കളർ.
ഇതുപോലെ ഇവിടെ വരയ്ക്കുക, തൊട്ടടുത്തുള്ള കോളത്തിലും വരയ്ക്കുക. രണ്ടിനും എന്ത് ചെയ്യുക, കളർ ചെയ്യുക. ആദ്യത്തേത് ഒരു ട്രയാങ്കിൾ ആണ്. രണ്ടാമത്തേത് എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1 2 ട്രയാങ്കിൾസ് ഉണ്ട്. അടുത്ത പിക്ചർ നോക്കൂ. രണ്ട് ട്രയാങ്കിൾസ് കൂടെ എക്സ്ട്രാ വന്നു അല്ലേ? അവസാനത്തേത് പിക്ചർ കൂടെ കാണുമ്പോൾ എന്ത് മനസ്സിലാവാം? ഇതൊരു ഫിഷ് ആണ്. ഓക്കെ, ഫിഷ് ആണ്. കണ്ടോ, ഒരു സർക്കിള് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ അതിനൊരു കണ്ണും വരച്ചു കൊടുത്തിട്ടുണ്ടല്ലേ? ഡോട്ട് ഡ്രോയിങ്. ദർ ഇസ് എ സ്നാക്ക് വിച്ച് ലുക്സ് ലൈക്ക് ദിസ്. മക്കളെ, ഈ പെൺകുട്ടി പറയുന്നത് കേട്ടോ, ഒരു സ്നാക്ക് ഉണ്ട്, അവളുടെ കയ്യിലൊരു ഷേപ്പ് ഉണ്ടല്ലേ, ആ ഷേപ്പ് പോലെ കാണുന്ന ഒരു സ്നാക്ക് ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയോ ആ ഷേപ്പ് ഏതാണ്? ട്രയാങ്കിൾ ആണല്ലേ, നമ്മൾ പഠിച്ചു ട്രയാങ്കിൾ ആണ്. അതുപോലെ സ്നാക്ക് ഏതാ? നിങ്ങൾ ഈവനിങ് ചായയുടെ കൂടെ ഒക്കെ കഴിക്കുന്ന സ്നാക്ക്? സമൂസ. സമൂസ അറിയോ? സമൂസ കണ്ടിട്ടുണ്ടോ? ഇഷ്ടല്ലേ സമൂസ കഴിക്കാൻ? സമൂസയുടെ ഷേപ്പ് എന്താണ്? ട്രയാങ്കിൾ ആണ്. ജോയിൻ ദ ഡോട്ട്സ് ആൻഡ് കളർ. നിങ്ങളോട് അവിടെ ആ ഡോട്ട്സ് യോജിപ്പിച്ചിട്ട് ഇതിന് കളർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ട്രീ ആണല്ലേ, ട്രയാങ്കിൾ ഉപയോഗിച്ച് ഒരു ട്രീ ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ കമ്പ് എന്താണ്? റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ ട്രീക്ക് അതുപോലെ തന്നെ നോക്കിയിട്ട് നിറം നൽകണേ മക്കളെ. കളർ ദ നെക്സ്റ്റ്. അടുത്തതായിട്ട് നമുക്കൊരു പാറ്റേൺ ആണ് തന്നിട്ടുള്ളത്. ഇതിൽ പല ഷേപ്സ് ആണ്. ആദ്യത്തേത് കുറച്ച് ട്രയാങ്കിൾസ് ആണ്. അതിൽ ഗ്രീന് യെല്ലോ, ഗ്രീന് യെല്ലോ, ഗ്രീന് യെല്ലോ, ഗ്രീന്. അപ്പം നെക്സ്റ്റ് ചെറിയ ട്രയാങ്കിളിന് ഏതായിരിക്കും കളർ? യെല്ലോ ആയിരിക്കും അല്ലേ, യെല്ലോ. പിന്നെ അടുത്തത് വലിയ ട്രയാങ്കിളിന് ഗ്രീൻ. അടുത്തത് സ്റ്റാർ ആണ് ഷേപ്പ്. നോക്കിക്കേ, ബ്ലൂ സ്റ്റാർ, റെഡ് സ്റ്റാർ, ബ്ലൂ സ്റ്റാർ, റെഡ് സ്റ്റാർ. അടുത്തത് ബ്ലൂ, റെഡ്, അങ്ങനെ വരും. പിന്നെ അവസാനത്തേത് നോക്കൂ, റെക്റ്റാങ്കിള്, സർക്കിള്, ട്രയാങ്കിൾ. അപ്പോൾ പിങ്ക് റെക്റ്റാങ്കിൾ, സർക്കിൾ ഗ്രീൻ, ഗ്രീൻ സർക്കിൾ ആൻഡ് പേർപ്പിൾ ട്രയാങ്കിൾ. പിന്നെയും റെക്റ്റാങ്കിൾ, സർക്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സർക്കിൾ, ട്രയാങ്കിൾ. അപ്പം അടുത്തതോ, അടുത്ത റെക്റ്റാങ്കിളിന് ഏതായിരിക്കും കളറ്? പിങ്ക് ആയിരിക്കും. അടുത്ത സർക്കിളിന് ഗ്രീൻ ആയിരിക്കും. അടുത്ത ട്രയാങ്കിളിന് പേർപ്പിൾ ആയിരിക്കും. ലെറ്റ്സ് കളർ. ലുക്ക് അറ്റ് ദ ഷേപ്സ് ഇൻ ദ പിക്ചർ ഓൺ ദ ലെഫ്റ്റ്. കളർ ഓൺലി ദീസ് ഇൻ ദ പിക്ചേഴ്സ് ഓൺ ദ റൈറ്റ്. അപ്പോൾ ലെഫ്റ്റിലുള്ള പിക്ചർ കണ്ടോ മക്കളെ? അതിൽ കുറച്ച് ഷേപ്സ് തന്നിട്ടുണ്ടല്ലേ? സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്. ഇനി എന്താ നമ്മോട് പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് സൈഡിൽ നമുക്ക് കുറച്ച് ഷേപ്സ് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് തന്നിട്ടുണ്ട്. അതിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള പിക്ചറിലുള്ള ഷേപ്സ് ഏതൊക്കെയാണോ ആ ഷേപ്പിന് മാത്രം കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ഷേപ്സ് ഉണ്ട് മക്കളെ? സർക്കിൾ ഉണ്ട്, ഒരു 2 ചെറിയ സർക്കിൾ വേറെ ഉണ്ട് അല്ലേ, കണ്ണ്. പിന്നെ അതുപോലെ ഒരു സ്ക്വയർ ഉണ്ട്, വലിയ സ്ക്വയർ ഉണ്ട്. 2 ട്രയാങ്കിൾസ് ഉണ്ട്. പിന്നെയോ 5 റെക്റ്റാങ്കിൾസ് ഉണ്ട്. 2 വലിയ റെക്റ്റാങ്കിൾ, 2 അതിലും ചെറിയ റെക്റ്റാങ്കിൾ, പിന്നെ തീരെ ചെറിയ ഒരു റെക്റ്റാങ്കിൾ. ഇതിനെല്ലാം കളർ ചെയ്യുക. വേറെ ഷേപ്സിനൊന്നും കളർ ചെയ്യരുത്. വെഹിക്കിൾസ്. എന്താ മക്കളെ വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ? വെഹിക്കിൾ എന്ന് വെച്ചാൽ വാഹനം എന്നാണ് കേട്ടോ അർത്ഥം, വണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ 2 വണ്ടികളുടെ ചിത്രം തന്നിട്ടുണ്ട്. ഷേപ്സ് വെച്ചാണ് ആ വണ്ടികൾ വരച്ചിട്ടുള്ളത്. ആ വണ്ടികൾക്ക്, ആ വെഹിക്കിൾസിന് നിങ്ങൾ നിറം നൽകുക. ആദ്യത്തെ വെഹിക്കിൾ ഒരു കാറാണ്, അതിന് ഞാൻ നിറം നൽകുന്നുണ്ട്. രണ്ടാമത്തെ വെഹിക്കിൾ ഒരു ബസ്സാണ്, അതിനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം നൽകുക. റോബോട്ട്. ജോയിൻ ദ ഡോട്ട്സ് ആൻഡ് കളർ. നമുക്ക് താഴെ ഒരു റോബോട്ടിന്റെ ചിത്രം തന്നിട്ടുണ്ടല്ലേ? ആ റോബോട്ടിനെയും ഡിഫറെൻറ്റ് ഷേപ്സ് യൂസ് ചെയ്തിട്ടാണ് വരച്ചിട്ടുള്ളത്. അതായത് നമ്മൾ പഠിച്ച സർക്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സ്ക്വയർ, ഈ 4 ഷേപ്പുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ റോബോട്ടിനും നിങ്ങൾ മനോഹരമായിട്ടുള്ള നിറം നൽകണം. ഇവിടെ 2 കുട്ടികൾ പറയുന്നത് നോക്കിക്കേ, വാവ് മൈ റോബോട്ട്. അപ്പോൾ ഗേൾ എന്താ പറയുന്നത്? ദർ ആർ സർക്കിൾസ് ഓൾസോ ഓൺ ഇറ്റ്. അതിലെന്തുണ്ട്? ധാരാളം സർക്കിൾസ് ഉണ്ടല്ലേ, നമ്മൾ കണ്ടില്ലേ സർക്കിൾസ്. മിസ്സിംഗ് പാർട്സ്. നമുക്കിവിടെ ലാപ്ടോപ്പിൽ ഒരു ഡോഗിനെ ഷേപ്സ് വെച്ച് വരച്ച ചിത്രം തന്നിട്ടുണ്ട്. സീ ദ ഡോഗി ഇൻ ദ പിക്ചർ, ഡ്രോ ദ മിസ്സിംഗ് പാർട്സ് ഇൻ ദ പിക്ചർ ബിലോ. ഈ ഡോഗിനെ നോക്കിയിട്ട് നമുക്ക് താഴെ മറ്റൊരു ഡോഗിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. കണ്ടോ? ഈ ഡോഗിനെ നോക്കിയിട്ട് എന്തൊക്കെയാണോ വിട്ടുപോയിട്ടുള്ളത് അത് ഇതിൽ വരച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു തലയിൽ നിന്ന് തുടങ്ങാം. നോക്കിക്കേ, ഡോഗിന്റെ ഹെഡിൽ എന്തുണ്ട്? 2 ചെവി മിസ്സായിട്ടുണ്ട് അല്ലേ? ട്രയാങ്കിൾസിന്റെ 2 ഇയർ മിസ്സായിട്ടുണ്ട്, അത് നമുക്ക് വരച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ മൂക്ക് മിസ്സിംഗ് ആണ്, അപ്പോൾ അവിടെ ഒരു ട്രയാങ്കിൾ വരച്ചു കൊടുക്കാം. പിന്നെ 4 കാലുകളിൽ ഒരു കാലേ ഉള്ളൂ, 3 കാലുകൾ മിസ്സിംഗ് ആണ്. അപ്പോൾ റെക്റ്റാങ്കിൾ വെച്ചാണ് അവർ കാല് വരച്ചിട്ടുള്ളത്, അത് നമുക്ക് 3 ലെഗ്സ് വരച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ ടെയില്, വാല് മിസ്സിംഗ് ആണല്ലേ, അതും ട്രയാങ്കിൾ വെച്ചാണ് വരച്ചിട്ടുള്ളത്, അതും വരച്ചു കൊടുക്കാം.
ഡ്രോ ദ നെക്സ്റ്റ് ഫിഗർ ഇൻ ഈച്ച്. നമുക്ക് താഴെ കുറച്ച് പിക്ചേഴ്സിൻ്റെ പാറ്റേണുകളാണ് തന്നിട്ടുള്ളത്. അതിൽ ഓരോന്നിലും മിസ്സിംഗ് ആയിട്ടുള്ളത് വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് നമുക്കൊരു റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് ഒരു ട്രെയിൻ ആണല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ താഴെ ഏറ്റവും അവസാനമായിട്ട് 2 റെക്റ്റാങ്കിൾസ് മിസ്സിംഗ് ആണ്, അത് നമുക്ക് വരച്ചു കൊടുക്കാം. പിന്നെയോ അടുത്ത പാറ്റേണിൽ ആദ്യം ഒരു ട്രയാങ്കിൾ, പിന്നെ 2 ട്രയാങ്കിൾ, പിന്നെ 3 ട്രയാങ്കിൾ, അപ്പോൾ അടുത്തതായിട്ട് 4 ട്രയാങ്കിൾസ്. ഇനി മൂന്നാമത്തേത് നോക്കൂ. ആദ്യം ഒരു സർക്കിളിനുള്ളിൽ 5 ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു സർക്കിളിനുള്ളിൽ 4 ഡോട്ട്സ്, അടുത്തതായിട്ട് ഒരു സർക്കിളിനുള്ളിൽ 3 ഡോട്ട്സ്, പിന്നെ സർക്കിളിനുള്ളിൽ 2 ഡോട്ട്, അപ്പോൾ അവസാനത്തേത് ഒരു സർക്കിളിനുള്ളിൽ 1 ഡോട്ട്. ഇനി നോക്കൂ, ആദ്യം നമുക്ക് ഒരു സർക്കിളും ഒരു ലൈനും തന്നിട്ടുണ്ട്, പിന്നെ അത് 2 സർക്കിളായി, പിന്നെ 3 സർക്കിളായി, അടുത്തത് 4 സർക്കിൾ അല്ലേ. പിന്നെ ഒരു റെക്റ്റാങ്കിൾ, പിന്നെ 2 റെക്റ്റാങ്കിൾ, പിന്നെ 3 റെക്റ്റാങ്കിൾ, അവസാനം 4 റെക്റ്റാങ്കിൾസ്. അടുത്ത വർക്ക് നോക്കൂ, കണക്ഷൻസ്. കണക്ട് ഈച്ച് ഫിഗർ അറ്റ് ദ സെൻറ്റർ ടു ഒബ്ജക്ട്സ് ഓഫ് ദ സെയിം ഷേപ്പ്. നമുക്ക് ആദ്യം ട്രയാങ്കിൾ, സർക്കിൾ, സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ, അത് അങ്ങനെയുള്ള 3 ഷേപ്സ് നമുക്ക് ഉള്ളിൽ തന്നിട്ടുണ്ട്. അതിന് ചുറ്റിലും നമുക്ക് ഒരുപാട് മറ്റ് ഷേപ്സും തന്നിട്ടുണ്ട്. എന്നിട്ട് ഓരോ ഷേപ്സും ഏതിലേക്കാണോ അത് കണക്ട് ചെയ്ത് കൊടുക്കണം. നോക്കിക്കേ, ആദ്യം ഈ ബുക്ക് നേരെ റെക്റ്റാങ്കിളിലേക്ക് വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഇവിടെ ഒരു നെസ്റ്റാണ്, കൂടാണ്, അത് സർക്കിളിലേക്ക് വരയ്ക്കാം അല്ലേ. പിന്നെ സമോസ ഉണ്ട്, അത് ട്രയാങ്കിൾ ആണ്. ബോക്സ് ഉണ്ട്, അതും റെക്റ്റാങ്കിൾ ആണ്. പിന്നെ ഒരു ക്ലോക്ക് ഉണ്ട്, അത് സർക്കിളാണ്. അതുപോലെ ഒരു ബോൾ ഉണ്ട്, അതും സർക്കിളാണ്. പിന്നെ മൊബൈൽ ഫോൺ ഉണ്ട്, അത് റെക്റ്റാങ്കിൾ ആണ്. ഒരു പ്ലേറ്റ് ഉണ്ട്, അത് റൗണ്ട് ഷേപ്പാണ്. ഒരു ലീഫ് ഉണ്ട്, അത് ട്രയാങ്കിൾ ആണ്. ഡ്രോ എനി ഒബ്ജക്റ്റ് ഓഫ് ദ സെയിം ഷേപ്പ് സീൻ അറൗണ്ട് യു. നമുക്കിവിടെ ട്രയാങ്കിളും റെക്റ്റാങ്കിളും സർക്കിളും തന്നിട്ടുണ്ട്. ഈ ഷേപ്പിൽ നിങ്ങൾക്ക് കാണാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ താഴെ വരച്ചു കൊടുക്കണം. ഇപ്പം ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് എന്തൊക്കെ കാണാം മക്കളെ? നമുക്ക് ഐസ്ക്രീം വരയ്ക്കാം, ക്യാപ്പ് വരയ്ക്കാം, പിന്നെയോ നമ്മളുടെ കട്ട് ചെയ്ത് വെച്ച വാട്ടർമെലൺ വരയ്ക്കാം. ഏത് നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. പിന്നെ ഒബ്ജക്ട്സ് വിത്ത് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ. ഓക്കെ, സ്ക്വയറിൽ കാണുന്ന ഒബ്ജക്ട്സ് ഏതൊക്കെയാണ് മക്കളെ? ഒരുപാടുണ്ട്. ബ്രെഡ്, ക്യാരം ബോർഡ്, ഐസ് ക്യൂബ്, ഇതെല്ലാം നിങ്ങൾക്ക് വരയ്ക്കാം. ഇതിലേതെങ്കിലും ഒന്ന് വരച്ചു കൊടുത്താൽ മതിയേ. പിന്നെ സർക്കിളിൻ്റെയും ഒരുപാടുണ്ടല്ലേ. വീലുണ്ട്, പിന്നെയോ റിംഗ് ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, പ്ലേറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി അടുത്തത് നമുക്ക് സോങ് ഓഫ് ഷേപ്സ് വെച്ചിട്ടൊരു പാട്ടാണ് ഉള്ളത്. വാട്ട് ഈസ് റൗണ്ട്, വാട്ട് ഈസ് റൗണ്ട്, ദോശ ഈസ് റൗണ്ട്, ദോശ ഈസ് റൗണ്ട്. വാട്ട് ഈസ് റൗണ്ട്, വാട്ട് ഈസ് റൗണ്ട്, ബാങ്കിൾ ഈസ് റൗണ്ട്, ബാങ്കിൾ ഈസ് റൗണ്ട്. ബാങ്കിൾ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കെട്ടില്ലേ വള, അതാണ് കേട്ടോ. വാട്ട് ഈസ് റൗണ്ട്, വാട്ട് ഈസ് റൗണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ 2 എണ്ണം എഴുതി കൊടുക്കണം. പ്ലേറ്റ് ഈസ് റൗണ്ട്, പ്ലേറ്റ് ഈസ് റൗണ്ട്. വാട്ട് ഈസ് റൗണ്ട്, വാട്ട് ഈസ് റൗണ്ട്, ക്ലോക്ക് ഈസ് റൗണ്ട്, ക്ലോക്ക് ഈസ് റൗണ്ട്. വാട്ട് ഈസ് ഒബ്ലോങ്, വാട്ട് ഈസ് ഒബ്ലോങ്, ബോക്സ് ഈസ് ഒബ്ലോങ്, ബോക്സ് ഈസ് ഒബ്ലോങ്. ഒബ്ലോങ് എന്ന് വെച്ചാൽ റെക്റ്റാങ്കിൾ തന്നെയാണ്. റെക്റ്റാങ്കുലർ ഷേപ്പ് ഉള്ളതിനെയാണ് നമ്മൾ ഒബ്ലോങ് എന്നുകൂടെ പറയുന്നത്. വാട്ട് ഈസ് ഒബ്ലോങ്, വാട്ട് ഈസ് ഒബ്ലോങ്, റിമോട്ട് ഈസ് ഒബ്ലോങ്, റിമോട്ട് ഈസ് ഒബ്ലോങ്. വാട്ട് ഈസ് ഒബ്ലോങ്, വാട്ട് ഈസ് ഒബ്ലോങ്, ബുക്ക് ഈസ് ഒബ്ലോങ്, ബുക്ക് ഈസ് ഒബ്ലോങ്. വാട്ട് ഈസ് ഒബ്ലോങ്, വാട്ട് ഈസ് ഒബ്ലോങ്, ഫോൺ ഈസ് ഒബ്ലോങ്, ഫോൺ ഈസ് ഒബ്ലോങ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ ഫൺ വിത്ത് ഷേപ്സ് എന്നുള്ള ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. സിമ്പിൾ പാഠമാണ്. ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. 1ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളിലെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യാം. അതുവരേക്ക് കാത്തിരിക്കണേ. ഓക്കെ, താങ്ക്